PC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് പോരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 10th പ്രിലിംസ് പാസ്സായി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്ത് പോരാൻ മറക്കല്ലേ കേട്ടോ. 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. 10th സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിലബസിനെ മുഴുവൻ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയക്കാൻ മറക്കരുത്. എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു 10th പ്രിലിംസ് പാസ്സാവണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം ഇപ്പോൾ PSC ചോദ്യ പാറ്റേണുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് 2023-ലെയും 2024-ലെയും മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. 22-ലെയും പഠിക്കുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ 23, 24 മസ്റ്റായിട്ടും പഠിക്കണം. ഏതൊക്കെ പഠിക്കണം? 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റിയുള്ള ചോദ്യ പേപ്പർ പഠിക്കണം. എല്ലാ 2025-ലും 24, 23-ലും നടന്നിട്ടുള്ള എല്ലാ PSC പരീക്ഷകളും പഠിക്കേണ്ട ആവശ്യമില്ല. 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 2024, 26ഓളം പരീക്ഷകളും 2023, 25ഓളം പരീക്ഷകളുമാണ് 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് PSC നടത്തിയിട്ടുള്ളത്. ആ ചോദ്യപേപ്പർ തിരഞ്ഞെടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ചോദ്യപേപ്പർ തിരഞ്ഞെടുത്ത് നമ്മൾ ആൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ OMR ഷീറ്റും ലഭ്യമാണ്. അപ്പോൾ OMR ഷീറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഒരു 10th പ്രിലിംസിൻ്റെ മുഴുവൻ സിലബസിനെയും കവർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് തുടങ്ങിയൊരു പാക്കേജ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ ഹായ് അയച്ച ശേഷം 10th പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്ത് വായിക്കുക. അതുപോലെ LGSൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ LP, UP, NCA കാറ്റഗറിയിലുള്ള NCA പരീക്ഷ, കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, മോഡൽ എക്സാം ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയക്കാൻ മറക്കല്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ ടൈം ടേബിൾ നമുക്കൊന്ന് പരിശോധിച്ച് വേഗം പോകാം. 29/10/2024 കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ജീവകങ്ങൾ, 30/10/2024 കേരളത്തിലെ നദികൾ, 31/10/2024 മനുഷ്യരുത്തിയുള്ള പൊതു അറിവ്, 1/11/2024 വന്യജീവി സങ്കേതങ്ങൾ, 2/11/2024 ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, 3/11/2024 വിവരാവകാശ കമ്മീഷൻ, 4/11/2024 പരിസ്ഥിതി സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും, 5/11/2024 മനുഷ്യരുത്തിയുള്ള പൊതു അറിവ് പാർട്ട് 2, 7/11/2024 സാങ്കേതിക മേഖല, 8/11/2024 കേരള നവോത്ഥാന നായകൻ അയ്യങ്കാളിയെക്കുറിച്ച് പഠിച്ചു. ഇനി 9/11/2024 കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, 11/11/2024 മലയാളി മെമ്മോറിയൽ, ഈഴോ മെമ്മോറിയൽ, 12/11/2024 മനുഷ്യരുടെ പൊതു അറിവ് പാർട്ട് 3, 13/11/2024 സൗരയുധവും സവിശേഷതകളും, 15/11/2024 പഴശ്ശി വിപ്ലവം, 16/11/2024 കുറിച്ച് കലാപം, കുണ്ട്ര വിളംബരം, 17/11/2024 മനുഷ്യരുടെ പൊതു അറിവ് പാർട്ട് 4, 19/11/2024 വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. PSCയുടെ പരീക്ഷയിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. അപ്പോൾ ഈ ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ 10th പ്രിലിംസ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാം കേട്ടോ. 10th പ്രിലിംസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 19/11/2024 വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവുമാണ്. 20/11/2024 കേരള നവോത്ഥാന നായകന്മാരാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാം. കേരള നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാ ആർക്കൊക്കെ അറിയാം? ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ് 1856 ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. എന്താണ്? 1856 ഓഗസ്റ്റ് 20-ാം തീയതി. എവിടെ? ചെമ്പഴന്തി. എവിടെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്? ചെമ്പഴന്തിയിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി എവിടെ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരമാണ് കേട്ടോ. ചെമ്പഴന്തി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്.
കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഏതാണ്? വയൽവാരം വീട്. ഏതാണ്? വയൽവാരം വീടാണ് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നാരായണൻ എന്നാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്താണ്? നാരായണൻ എന്നതാണ്. പിതാവിൻ്റെ പേര് മാടനാശാൻ. പിതാവിൻ്റെ പേരെന്താണ്? കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് നാരായണൻ എന്ന്. എന്താണ്? കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് നാരായണൻ എന്നാണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പിതാവിൻ്റെ പേര് മാടനാശാൻ. പിതാവിൻ്റെ പേരെന്താണ്? മാടനാശാൻ എന്നതാണ് പിതാവിൻ്റെ പേര്. എന്താണ്? മാടനാശാൻ എന്നതാണ് പിതാവിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇനി മാതാവിൻ്റെ പേരാണെങ്കിലോ കുട്ടിയമ്മ. മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നതാണ്. മാതാവിൻ്റെ പേരെന്താണ്? കുട്ടിയമ്മ എന്നതാണ്. ഭാര്യയുടെ പേര് കാളിയമ്മ. ഭാര്യയുടെ പേരെന്താണ്? കാളിയമ്മയാണ്. അപ്പോൾ മാടനാശാൻ എന്നാണ് പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നും ഭാര്യയുടെ പേര് കാളിയമ്മ എന്നുമാണ്. ഇനി നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. നാണു ആശാൻ. എന്താണ്? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ്. അതുപോലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് കേട്ടോ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. എന്താണ്? നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനും കൂടിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ജനനവും മരണവും പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ട ഏക നവോത്ഥാന നായകൻ. ജനനവും മരണവും പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ട ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ്. ജീവിച്ചിരിക്കെ തൻ്റെ സ്വന്തം പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ്. അത്രയും പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെയാണെന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിച്ചത് 1887-ലും അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888-ലുമാണ് കേട്ടോ. ഇത് പലപ്പോഴും PSC ചോദിച്ചുള്ളതും ഡേറ്റ് മാറി പോവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചെന്ന 1887-ലാണ്. പ്രതിഷ്ഠ നടത്തിയതെന്ന 1888-ലാണ്. എവിടെ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം എടുത്തിട്ടുള്ളത്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകരയാണ് കേട്ടോ. എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കോട്ട് എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം എവിടെ വെച്ചാണ് അദ്ദേഹം നൽകിയതെന്ന്? എവിടെ വെച്ചിട്ടാണ്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. എന്താണ്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924-ലാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകിയിട്ടുള്ളത്. ഇനി ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യമാണ് ഓം സാഹോദരി സർവത്ര. എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നാണ് ഈ ഒരു ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിക്കുവാണെങ്കിൽ പെരിയാറാണ് കേട്ടോ. ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാറാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കണം. അതുപോലെ സർവ്വമത സമ്മേളനം ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തിയ സമയം അല്ലെങ്കിൽ വർഷം ചോദിക്കുവാണെങ്കിൽ അതും 1924-ലാണ് കേട്ടോ. സർവ്വമത സമ്മേളനം ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തിയത്
1924 എന്നുകൂടി ഓർക്കുക. അതുപോലെ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം, ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലത്താണ്, കാരമുക്കിലെ വിളക്കമ്പലം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവുമായിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒന്നാണ് SNDP. എന്താണ് SNDP? SNDPയുടെ ഫുൾ ഫോം എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നതാണ് SNDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി നമുക്ക് ഓരോ പോയിന്റ് SNDPയെ കുറിച്ച് പഠിക്കാം കേട്ടോ. SNDP സ്ഥാപിതമായത് 1903 മെയ് 15 എന്നാണ്. 1903 മെയ് 15. എവിടെ? കൊല്ലത്താണ് സ്ഥാപിതമായിട്ടുള്ളത്. എവിടെയാണ്? കൊല്ലത്താണിത് സ്ഥാപിതമായിട്ടുള്ളത്. SNDPയുടെ മുൻഗാമി, SNDPക്ക് ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. SNDPക്ക് മുമ്പ് വന്നത് വാവൂട്ട് യോഗമാണ് കേട്ടോ. ഏതാണ്? വാവൂട്ട് യോഗമാണ്. അപ്പോൾ SNDP രൂപീകൃതമായത് 1903 മെയ് 15 കൊല്ലം ജില്ലയിലാണ് SNDP രൂപീകൃതമായിരിക്കുന്നത്. SNDPക്ക് മുമ്പുണ്ടായിരുന്നത് വാവൂട്ട് യോഗമാണ്. ഏത് യോഗമാണ്? വാവൂട്ട് യോഗമാണെന്ന് കൂടി നിങ്ങളൊന്ന് ഓർക്കുക. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി ചോദിക്കുവാണെങ്കിൽ കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. പറഞ്ഞേ, ആരാ? കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണ്? SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. അപ്പോൾ SNDPയുടെ ആജീവനാനന്ദ അധ്യക്ഷൻ പറഞ്ഞ് എന്നോടൊപ്പം പറഞ്ഞ ആരാ? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. SNDPയോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് വിവേകോദയം. എന്താ വിവേകോദയം? SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. എന്താണ്? SNDPയുടെ മുഖപത്രം. SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ച വർഷം എന്ന 1904. അതായത് SNDP രൂപീകൃതമായ പിറ്റേ വർഷം തന്നെ വിവേകോദയം എന്താണ് മുഖപത്രം ആരംഭിച്ചു. സ്ഥാപകൻ, വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിട്ടുള്ള കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. സ്ഥാപക പത്രാധിപർ M ഗോവിന്ദനാണ് കേട്ടോ. M ഗോവിന്ദനാണ് സ്ഥാപക പത്രാധിപർ. ആരാണ് സ്ഥാപക പത്രാധിപർ? M ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന് എന്തറിയപ്പെടുന്നു? വിവേകോദയം അറിയപ്പെടുന്നു കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? കണവൻകോടിലാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? കാരമുക്ക് വിളക്കമ്പലം. ആ നിലവിളക്ക്, ആ ബാക്കി തന്നെ ഉള്ള നിലവിളക്ക് വിളക്കമ്പലം എവിടെയാ? കാരമുക്കിലെ വിളക്കമ്പലം. കാരമുക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ അതെവിടെയാ? കളവൻകോട് ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഉല്ലലയാണ്. ഏതാണ്? ഉല്ലലയിലെ വെച്ചൂരിലെ ഉല്ലലയിലാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1918 കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരു രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1926. ശ്രീനാരായണ ഗുരു സന്ദർശിക്കുന്ന ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. 2 തവണയാണ് ശ്രീലങ്കയിൽ പോയിട്ടുള്ളത്. ഒന്ന് 1918 2026. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഏക മലയാളി കൂടിയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം എത്രയാണ്? 2006 കേട്ടോ. അപ്പോൾ 3 പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജന്മവാർഷികം പ്രകാരമാണ് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ വാർഷികം പ്രമാണിച്ചാണ്? 150ാമത്തെ വാർഷികം പ്രമാണിച്ചാണ്. എന്നാണെന്ന് ചോദിക്കുന്നത് 2006. ഇനി 2006 150ാം വാർഷികം പ്രമാണിച്ച് എത്ര രൂപ തുട്ടാണ് പുറത്തിറക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപ തുട്ടാണ് കേട്ടോ. എത്രയാണ്? 5 രൂപ തുട്ടാണ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്
ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്? ഇനി അഷ്ടഭുജാകൃതി നിർമ്മിക്കുന്ന ക്ഷേത്രം, അഷ്ടഭുജാകൃതി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണേത്? ശിവഗിരി ശാരദാമഠം. ശിവഗിരി ശാരദാമഠമാണ് അഷ്ടഭുജാകൃതി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു സമാധിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധിയായിട്ടുള്ള സ്ഥലമാണേത്? ശിവഗിരി എന്ന് പറയുന്നത്. അതുപോലെ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന് നിറം, ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന് നിറം ചോദിക്കുവാണെങ്കിൽ ഏതാണ്? മഞ്ഞയാണ്. ഏതാണ്? മഞ്ഞയാണ് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ മറക്കരുത്. ഇനി ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം, ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഇലവുംതിട്ടയാണ്. ഏതാണ്? ഇലവുംതിട്ട. ഇലവുംതിട്ട ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി ഗുരുവിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചില കോട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് എപ്പോഴും തന്നെ PSC ചോദിക്കുന്നതാണ്, ഓർത്തിരിക്കണേ. ഫസ്റ്റ് കോട്ട് ഇതാണ്: മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്താണ്? മതമേത് തന്നെയായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. എന്താണ്? വിദ്യ കൊണ്ട്, വിദ്യ നേടിക്കൊണ്ട് എന്താകുക? പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. എന്താണ്? മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കോട്ടാണ് കേട്ടോ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. എന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പിന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത്രയും കോട്ടുകൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോട്ടുകൾ. വേറെയും കോട്ടുകളുണ്ട്, പക്ഷേ ഇത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോട്ടാണ്. ഇതാണ് എപ്പോഴും തന്നെ PSC എപ്പോഴും റിപ്പീറ്റ് ചോദിക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികളാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്ന ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശി ഏണസ്റ്റ് ക്ലർക്കാണ് കേട്ടോ. ഏണസ്റ്റ് ക്ലർക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ചോദിക്കുകയാണെങ്കിൽ ആനന്ദ തീർത്ഥനാണ് കേട്ടോ. ആനന്ദ തീർത്ഥനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനാണെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റുള്ള കുറച്ച് വർഷങ്ങളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോളൂ കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഓടിച്ചു പോയാലും വായിച്ച് നോക്കാനായിട്ട് ഉപകാരപ്പെടും. അതിൽ ഫസ്റ്റ് വർഷം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ മുട്ടിയത് 1895. ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും കണ്ടുമുട്ടിയത് 1912. ബാലരാമപുരത്ത് വെച്ചിട്ടാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇനി ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914. ഇനി ശ്രീനാരായണ ഗുരു ടാഗോറുമായി കണ്ടുമുട്ടിയത് 1922. ടാഗോറുമായി കണ്ടുമുട്ടിയത് 1922. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയുമായി കണ്ടുമുട്ടിയത് 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ടാഗോറിനെ കണ്ടുമുട്ടിയതും ശിവഗിരി വെച്ചിട്ടാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1982. അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912. ടാഗോറിനെ കണ്ടുമുട്ടിയത് 1922. പിന്നെ വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914. മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയത് 1925. അതിൽ വാഗ്ഭടാനന്ദൻ കണ്ടുമുട്ടിയത് അദ്വൈത ആശ്രമത്തിൽ വച്ചിട്ടും ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിനെയും മഹാത്മാഗാന്ധിയെയും കണ്ടുമുട്ടിയത് ശിവഗിരിയിൽ വെച്ചിട്ടും അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ബാലരാമപുരത്ത് വെച്ചിട്ടും ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് ബംഗളൂരുവിൽ വെച്ചിട്ടുമാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക.
ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, ഗുരു എന്ന നോവൽ രചിച്ചത്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരു എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ്? കെ സുരേന്ദ്രനാണ്. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറയുന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ആരാണ്? സുകുമാർ അഴീക്കോടാണ് കേട്ടോ. ഇനി നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത്, നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് MK സാനുവാണ്. ആരാണ്? MK സാനുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത്ത് കുമാരനാണെന്ന് കൂടി ഓർക്കുക. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യുഗപുരുഷൻ കണ്ടു കാണി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള വ്യക്തി തലൈവാസൽ വിജയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അസാധ്യമായിട്ട് ഗുരുവിനെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് പുള്ളിനെ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ആക്ടറെ കണ്ടു കഴിഞ്ഞ് ശരിക്കും നമുക്ക് ആ ഫേസ് കട്ട് വരെ തോന്നും. അത്രയും നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ് കേട്ടോ. ആർക്കെങ്കിലും കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യുഗപുരുഷൻ ചിലപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും, കണ്ടു നോക്കിക്കോട്ടെ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് നിർമ്മിച്ച സിനിമയാണ് ഈ യുഗപുരുഷൻ. യുഗപുരുഷൻ സിനിമ സംവിധാനം ചെയ്ത് ആർ സുകുമാരനാണ് കേട്ടോ. ആർ സുകുമാരനാണ് യുഗപുരുഷനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ അസാധ്യമായിട്ട് അവതരിപ്പിച്ചത്. തലൈവാസൽ വിജയ് ആണ് കേട്ടോ. നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് അല്ല, തലൈവാസൽ വിജയ് എന്ന് പറഞ്ഞ വേറൊരു ആക്ടറുണ്ട് തമിഴിൽ. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിനെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ദൈവദശകം, ശിവശതകം, കാളി നാടകം, ദർശനമാല, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, അദ്വൈത ദീപിക, ജാതി മിംസ, ജാതി നിർണയം, ജീവകാരുണ്യ പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, ഇന്ദ്രിയ വൈരാഗ്യം തുടങ്ങിയവയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ചോദിക്കുവാണെങ്കിൽ എന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ആത്മോപദേശ ശതകം. അത് രചിക്കപ്പെട്ടത് 1897 കേട്ടോ. ദൈവദശകം എഴുതപ്പെട്ടത് 1914 കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും തന്നെ ടൈം ടേബിൾ അടിസ്ഥാനം, സിലബസ് അടിസ്ഥാനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോരുക. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ ഹായ് അയച്ച ശേഷം 10th പ്രിലിംസ് എന്ന് കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.